അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലുബ്നാസ് ക്ലൗഡ്. ഇറ്റ്സ് മീ ലുബ്ന. അപ്പോൾ നമ്മൾ ഇന്ന് ക്രിസ്മസിന് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്രിസ്മസ് തീമിൽ വരുന്നൊരു ബൊക്കെയാണ് കേട്ടോ ഒന്ന് ചെയ്തെടുക്കാൻ പോകുന്നത്. ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിലുള്ള ഓരോ ഐറ്റംസും നമ്മൾ ഈ ഒരു പൈപ്പ് ക്ലീനേഴ്സ് വെച്ചിട്ട് ഹാൻഡ് മെയ്ഡ് ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പം അത് ആദ്യം ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് തന്നെ ഞാനൊരു സാന്റാക്ലോസ് ആണ് ഉണ്ടാക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കൂടിയിട്ടും എല്ലാവർക്കും ഒരുപോലെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന മെത്തേഡിലാണ് കേട്ടോ ഓരോന്നും ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇവിടെ ഞാൻ കണ്ണൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മാലമുത്ത് ചെറിയ സൈസിലുള്ളതൊക്കെ ഉണ്ടല്ലോ, അതാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഒരു ഫേസിലും നോസിൻ്റെ ഒക്കെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് റെഡ് പൈപ്പ് ക്ലീനർ തന്നെ ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താണ്. അപ്പം അടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ കുറച്ച് പല സൈസിലുള്ള സ്കെയിലും മാർക്കറും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, നമ്മളൊരു പുതിയ മെത്തേഡിലാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ ചെയ്യുന്നത് കേട്ടോ. കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വേറൊരു മെത്തേഡാണ്, അതിനെക്കാട്ടിലും മിനി അല്ല, ഭയങ്കര ടൈനി ആയിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രീ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ആദ്യം തന്നെ 8 റൗണ്ട് ഇതുപോലെ പൈപ്പ് ക്ലീനർ ചുറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് നമുക്ക് സൈസ് ഒക്കുന്നില്ലെങ്കിൽ നമുക്ക് അതിൽ ജോയിൻ ചെയ്തിട്ട് അടുത്ത പൈപ്പ് ക്ലീനർ ജോയിൻ ചെയ്തിട്ട് അത് നമുക്ക് 8 റൗണ്ട് ആക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ ഇത് വെച്ച് നമ്മൾ നോർമലി ചെയ്യുന്ന ഫ്ലവേഴ്സാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഇത് ഒരു ആദ്യത്തേത് 8 ഇതള്, പിന്നെ 7, പിന്നെ 6 ഇതള്, പിന്നെ 5 ഇതള്. ആ ഒരു ഓർഡറിലാണ് നമ്മൾ ഓരോ സൈസിൽ ഇതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ ഓരോ സൈസിൽ ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് സ്റ്റാക്ക് ചെയ്ത് നമ്മൾ ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനത്തെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയെടുത്തു കേട്ടോ. അപ്പോൾ ഇത് പക്ഷേ നമ്മൾ ബൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഹാങ് ചെയ്യുന്ന ചെയിൻ ആഡ് ചെയ്തിട്ട് നമ്മുടെ ബാഗിലൊക്കെ ഹാങ് ചെയ്യാം കേട്ടോ. ഞാൻ അതുപോലെ ഒരു കളർഫുൾ ട്രീ ആണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് കുറച്ചൊരു ഹാങ്ങിങ്ങിന് കുറച്ച് ബീഡ്സൊക്കെ ആഡ് ചെയ്ത് ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിതാ ഇതുപോലൊരു ഗോൾഡൻ ത്രെഡ് എടുത്തിട്ട് ഇതേപോലെ പേഴ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്ത് ഹാങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ വെറുതെ മറ്റേത് ഉണ്ടാക്കിയ ഒരു ഇതിൽ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ, നമുക്ക് ബൊക്കയ്ക്ക് വേണ്ടിയിട്ടുള്ളതല്ല.
അടുത്ത ഇനി നമുക്കൊരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിൽ 3 സെൻറ്റിമീറ്റർ സൈസിലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സൈഡ് ഒരു 3 സെൻറ്റിമീറ്ററിന് കുറച്ചധികം ആക്കിയിട്ട് എടുക്കണം. ബാക്കി എല്ലാ സൈഡും 3 സെൻറ്റിമീറ്ററിൽ തന്നെ. എന്നിട്ട് നമ്മളിതാ ആ ഫസ്റ്റ് എടുത്തത് കുറച്ച് എക്സ്ട്രാ എടുത്തല്ലോ, അത് നമുക്ക് ഇതുപോലെ ഒന്ന് ജോയിൻ ആക്കാൻ വേണ്ടിയിട്ടാട്ടോ. എന്നിട്ട് ഇതാ ഫുള്ള് നമ്മൾ പൈപ്പ് ക്ലീനർ ഇതുപോലെ ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഇതിലേക്ക് നമുക്ക് ഇങ്ങനെ എക്സ്ട്രാ അങ്ങനെ പൈപ്പ് ക്ലീനർ ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ ക്യൂട്ട് മിനി ക്രിസ്മസ് ഗിഫ്റ്റ് ബോക്സ് റെഡിയായി. ഇനി നമുക്ക് ഒരു ക്യാൻഡി ഉണ്ടാക്കിയെടുക്കാം. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇതുപോലെ റെഡും വൈറ്റും പൈപ്പ് ക്ലീനർ ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ജിഞ്ചർ ബ്രെഡ് മാനിന് ഉണ്ടാക്കിയെടുക്കാം. അതിന് ഞാനിതുപോലെ ബ്രൗൺ പൈപ്പ് ക്ലീനറാണ് നമ്മൾ ആ ഒരു ഷേപ്പിൽ ആദ്യം ഇതുപോലെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേറെ പൈപ്പ് ക്ലീനർ എടുത്തിട്ട് ഫുള്ളായിട്ട് ഇതുപോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് വേണ്ടത്. ഇനി ഈസി ആയിട്ടുള്ളൊരു സ്നോമാനാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൈപ്പ് ക്ലീനർ വൈറ്റ് ആദ്യം ഒന്ന് ഇതുപോലെ റൗണ്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 പൈപ്പ് ക്ലീനർ ജോയിൻ ചെയ്തിട്ട് അടുത്തൊരു റൗണ്ട് ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ 2 സൈസിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇതിലേക്കുള്ള ക്യാപ്പാണ് ചെയ്യുന്നത്. അത് ആദ്യം നമ്മുടെ ആ ഒരു ക്യാപ്പിൻ്റെ ഷേപ്പിൽ പൈപ്പ് ക്ലീനർ ട്വിസ്റ്റ് ചെയ്ത ശേഷം പിന്നെ നമ്മൾ നേരത്തൊക്കെ ചെയ്ത പോലെ തന്നെയാണ് അത് ഫുള്ളായിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കുക.
ഇതാ ഈസി ആയിട്ടുള്ള ക്രിസ്മസ് ഫ്ലവേഴ്സും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഈ കളേഴ്സൊക്കെ വരുന്ന സമയത്ത്. ഇനി നമുക്ക് കുറച്ച് റെഡ് റോസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, നമുക്ക് ബൊക്കയിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പം ഇത് ഞാൻ വേറൊരു മെത്തേഡ് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പം ഇത് കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് അതിനെക്കാട്ടിലും. അപ്പോൾ ഇവിടെ ഒരു റോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 4 പൈപ്പ് ക്ലീനർ ഈക്വലായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ വെച്ച് സെൻറ്ററിൽ നമ്മൾ ഇതുപോലെ അതിൽ നിന്നൊരു പൈപ്പ് ക്ലീനർ എടുത്ത് കെട്ടിയിട്ട് പിന്നെ ഒരു പൈപ്പ് ക്ലീനർ നമ്മൾ അടിയിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ബാക്കി 14 ഇതുപോലെ പൈപ്പ് ക്ലീനർ ഉണ്ടാവും. അതിൽ ആദ്യം 6 എണ്ണമാണ് നമ്മൾ ഇതുപോലെ റൗണ്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് ഫസ്റ്റ് ലെയറിൽ പെറ്റൽസ് വരും. പിന്നെ ഒരു 5 ഇതളിൻ്റെ ഒരു ലെയറാക്കി കൊടുക്കുക. സെൻറ്ററിൽ 3 ഇതൾ. അങ്ങനെയാണ് നമ്മൾ ഇതുപോലെ റൗണ്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ നല്ല ക്യൂട്ടായിട്ട് റെഡ് റോസസും ചെയ്തെടുത്തു. ഇനി ഇതാ എല്ലാം കൂടെ നമുക്കൊന്ന് സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ കുറച്ച് എക്സ്ട്രാ ഫ്ലവേഴ്സും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഇതുപോലെ ലീഫ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വുഡൻ സ്റ്റിക്കാണ് വേണ്ടത് കേട്ടോ. അപ്പം ഇനി നമുക്കിതെല്ലാം ഒന്ന് വുഡൻ സ്റ്റിക്കിലൊക്കെ ആയിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് ഒന്ന് ബൊക്കൻ്റെ ഫ്ലവേഴ്സും ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് 2 ചോക്ലേറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിപ്പോൾ ഇവിടെ റബ്ബർ ബാൻഡ് വെച്ചിട്ടാണ് ടൈ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് സെല്ലോ ടേപ്പും വെച്ച് നന്നായിട്ട് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് പകരം നിങ്ങൾക്ക് തെർമോക്കോൾ അല്ലെങ്കിൽ നമ്മുടെ ഫ്ലോറൽ ബ്രിക്കൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ മുകളിൽ ഇതുപോലെ കുത്തിയിട്ടൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിത് കുറച്ചും കൂടെ ഈസി ആക്കാൻ വേണ്ടി, അതാകുമ്പോഴേക്ക് കമ്പാരിറ്റീവ്ലി നമുക്ക് കുറച്ചും കൂടെ അധികം റാപ്പിംഗ് ഷീറ്റൊക്കെ വേണം. അപ്പം ഞാനിതൊന്ന് കുറച്ചും കൂടെ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇങ്ങനെ ചെയ്യുന്നതിനും കുഴപ്പമില്ല. ഇങ്ങനെ ചെയ്യുകയാണെങ്കിലും നമ്മൾ നന്നായിട്ട് അത് ടൈറ്റ് ചെയ്ത് കൊടുക്കണം, ലൂസായി പോകരുത് അതിലുള്ള ഒന്നും. അപ്പം അത്രയും നല്ല ടൈറ്റിൽ ചെയ്തിട്ട് വേണം പിന്നെ നമ്മൾ ബൊക്കെ ഇതുപോലെ റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ റാപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരുപാട് ലെയേഴ്സ്, ഒരുപാട് ഷീറ്റ് നമ്മളിതുപോലെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് കുറച്ചും കൂടി നല്ല ഭംഗി ഉണ്ടാവുക കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ സൈസൊക്കെ ഇങ്ങനെ കൂടും. അതുപോലെ ഇതിപ്പോൾ സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് റേറ്റൊക്കെ കൂടും, കാരണം നമുക്ക് അതിന് വേണ്ട മെറ്റീരിയൽസൊക്കെ കൂടുമല്ലോ. അപ്പം അല്ലാതെ നിങ്ങൾക്ക് ജസ്റ്റ് 2-3 ലെയറൊക്കെ ആയിട്ടും ചെയ്യാം. ഞാൻ കുറച്ച് അധികം ലെയേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്, എന്നാലും ഒരുപാടൊന്നുമില്ല, ഒരു മീഡിയം സൈസ്.
അങ്ങനെ ഇതാ എല്ലാം നമ്മൾ നല്ലപോലെ ഓരോ ലെയർ ആഡ് ചെയ്യുമ്പോഴും ഇതുപോലെ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഫുള്ളായിട്ട് ഇതുപോലെ ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ഫസ്റ്റേ ആ ഒരു റബ്ബർ ബാൻഡ് ചെയ്തിട്ടുള്ളൂ, പിന്നെ ഫുള്ള് ഞാൻ സെല്ലോ ടേപ്പ് കൊണ്ട് ചുറ്റി കൊടുത്തതാണ്. പിന്നെ നമ്മുടെ ബൊക്കെ ഷീറ്റൊക്കെ ആഡ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ ക്രിസ്മസ് ട്രീ ആഡ് ചെയ്യാത്തത് കണ്ടത്. അങ്ങനെ പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങനെയൊക്കെ അതിലേക്ക് കുത്തി കയറ്റി. അപ്പോൾ ഇതാ നമ്മളെ റിബണൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് പ്രാവശ്യം നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പം തീർച്ചയായും ലൈക്ക് ചെയ്യുക, നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് അടുത്ത നല്ല വീഡിയോസായിട്ട് വരാം.